ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇപ്പൊ ആരോടാ സംസാരിച്ചത്? വീടടക്കം കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ എന്നെ തിരക്കി വന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞാൻ നിനക്ക് അന്യൊന്നുമല്ല. എനിക്ക് നിന്റെ ചേച്ചിയുടെ സ്ഥാനമാ. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തത്? വീടുണ്ടായിരുന്നപ്പോഴും നഷ്ടപ്പെട്ടപ്പോഴും വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ഒക്കെ ഒരു ആശ്രിതനായി എന്ന് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും അതൊന്നും ഓർക്കാതെ സത്യാമ്മ എന്റെ കരണത്ത് 2 അടിയടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ചെറിയ പാട് തേഞ്ഞു മാഞ്ഞു പോയേനെ. പക്ഷേ ഈ അടി എന്റെ മനസ്സിലാണ് സാറേ കൊണ്ടത്. ഇത് എത്ര വർഷം കഴിഞ്ഞാലും പോവില്ല. കാരണം ഞാൻ അതോർത്ത് അത്രയധികം വേദനിക്കുന്നു. എടോ പിള്ളേ, താനിപ്പോ ഇവിടെ നിൽക്കുന്നേ, ഞാൻ അങ്ങോട്ട് വരാം. എടോ, തന്റെ സങ്കടം മനസ്സിലാക്കിയിട്ടാടോ ഞാൻ ഈ ചോദിക്കുന്നേ. വേണ്ട സാറേ, ഞാൻ വീട്ടിലേക്ക് വെക്കോളാം. അവിടുന്ന് ആർക്കും എന്നെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇതെന്റെ തെറ്റ് തന്നെ സാറേ. ഞാനന്ന് നമ്മള് വീട് വിട്ട് ഇറങ്ങിയപ്പോഴേ പോകേണ്ടതായിരുന്നു. അന്ന് അവിടുന്ന് ഇറങ്ങാത്തതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പണ്ടുള്ളവര് പറയുന്നത് ശരിയാ, സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന്. ഇല്ലെങ്കിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. എടോ പിള്ളേ, എന്തൊക്കെയാണ് താനീ പറഞ്ഞു കൂട്ടണേ? എടോ, താനെന്റെ ഊന്നുവടിയാടോ, എന്റെ സാരഥി. താനില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനോടും ഒന്ന് പുറത്തോട്ടിറങ്ങുന്നേ? ആ പിന്നെ അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റുന്നതാണോ തനിക്കെന്നോടുള്ള ബന്ധം? ഒരു ചെറിയൊരു വഴക്കിന്റെ പേരിൽ ഇട്ടറിഞ്ഞിട്ട് പോകാനുള്ളതാണെങ്കിൽ താനങ്ങ് പോ. എടോ, തനിക്കത് പറ്റത്തില്ലടോ. എന്നെ എന്റെ കുടുംബത്തെ വിട്ടിട്ട് തനിക്ക് പോകാൻ കഴിയത്തില്ല. സംശയമുണ്ടെങ്കിൽ താനും സംശയം നോക്ക്. അല്ല പിന്നെ സാറേ, ഞാൻ എന്നെ പറഞ്ഞതൊക്കെ സാറ് കേട്ടതല്ലേ? കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന വേദനയിലാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എടോ, എല്ലാം ശരിയാ. തനിക്ക് ഭാമ അറിയാലോ. എടോ എടോ തന്റെ സത്യാമ്മയല്ലേ, താനും ക്ഷമിച്ചുകളാ. ഇല്ലെങ്കിൽ താൻ 2 ചീത്തയും വിളിച്ചു, എന്നാലും കുഴപ്പമൊന്നുമില്ല. താൻ വഴക്കിട്ടാ പോന്നെന്ന് മാത്രം പറയാറുന്നാ മതി. ശരി സാറേ, ഞാൻ വിളിച്ചോളാം. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വിചാരിച്ചതല്ലേ ഉള്ളൂ, വിളിച്ചില്ലല്ലോ. വിളിക്കാൻ തോന്നിയതുമില്ല. അങ്ങനെ പറയുന്നതാ കുറച്ചുകൂടി നല്ലത്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിച്ചു പോയാ നമ്മൾ ഒരു സ്ഥലത്തും എത്തിച്ചേരില്ല.
തനിക്കറിയാലോ എന്റെ ഇവിടുത്തെ പ്രശ്നങ്ങള്. അതിലും വലിയ പ്രശ്നത്തിലായിരുന്നല്ലോ ഞാനും കഴിഞ്ഞിരുന്നത്. എന്നിട്ടും അനൂപ് പറയുന്നത് പോലെയൊക്കെ ഞാനും അനുസരിച്ചില്ലേ? എടോ, എനിക്ക് മാത്രം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കടമകളുണ്ട്. അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നൂറേ. കടമകൾ? ഈ കടമകളെല്ലാം ചെയ്തു കഴിഞ്ഞ് അനൂപ് എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആകുമല്ലോ. അപ്പോ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി ഇവിടെ തന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കണമെന്നാണോ പറയുന്നേ? എന്റെ മാമ എന്നെ തിരക്കി നാട് മുഴുവൻ നടക്കുക. ഇവിടെ ഉണ്ടെന്നറിഞ്ഞ ഇവിടെയും വരും. ചെന്നില്ലെങ്കിൽ വീടോടെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോഴും ഈ കടമകളുടെ കാര്യമൊക്കെ പറയണം. എന്താ ഒന്നും പറയാത്തത്? ഞാനിങ്ങനെ ഒരു അഭ്യർത്ഥിയെ പോലെ ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ പറയുന്നേ? അതോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട ശേഷമേ നമുക്കൊരു ജീവിതം തുടങ്ങാൻ പറ്റുള്ളൂ? എന്റെ നൂറെ, നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലേ? എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടിങ്ങ് പോരുമായിരുന്നോ? എടോ, എനിക്കൊരു 1-2 ദിവസത്തെ സമയം കൂടി താ. കാര്യങ്ങളെല്ലാം ഞാൻ നേരാവണ്ണം ഡീൽ ചെയ്ത് തരാം. ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോണെന്നാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്റെ കൂടെ അനുഭവം വേണം. എടോ, നമ്മളിനി ഒരുമിച്ച് തന്നെ ജീവിക്കും. അതിനുള്ള എല്ലാ വഴികളും ശരിയാക്കിയിട്ട് ഒരു 2 ദിവസത്തിനകത്ത് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. താൻ സമാധാനമായിട്ടിരിക്കും. ഞാൻ ഈ വാക്ക് വിശ്വസിക്കുക. ഇനി ഇതിന് മാറ്റം വരരുത്. ഇല്ല, ഉറപ്പ്. ശരി, വിളിക്കാം. ഹലോ നൂറേ, ഹലോ. നിന്നെ നീ ഇപ്പൊ ആരോടാ സംസാരിച്ചത്? വീടടക്കം കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ എന്നെ തിരക്കി വന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞാൻ നിനക്ക് അന്യൊന്നുമല്ല. എനിക്ക് നിന്റെ ചേച്ചിയുടെ സ്ഥാനമാ. അനൂപിന്റെ ചേച്ചിയാ ഞാൻ. എന്നോട് എന്തുണ്ടെങ്കിലും നിനക്ക് തുറന്നു പറയാം. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഇന്ന് ഈ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ മേളകൾ കൊണ്ട് ആദ്യം ഗുണം കിട്ടുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്. അവരിലേക്ക് ഇത് എത്തിക്കുക എന്നതാണ് ഇതിന്റെ സംഘാടകർ ഇനി ചെയ്യേണ്ടത്. അതിന് വീടുകൾ തോറും കയറി നടന്ന് ക്യാമ്പയിൻ കൊടുക്കാം, അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാം. ഇവരിതുവരെ നിർത്തുന്നില്ലല്ലോ. എന്തുവാടേ ഇത്? വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവർക്ക് വീടെത്തേണ്ട കാര്യമില്ല.